അസ്സലാമലൈക്കും സഹോദരങ്ങളെ, ഞാൻ കണ്ണനല്ലൂരുള്ളതാണ്. കണ്ണനല്ലൂർ സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ 2 കിഡ്നിയും ഫെയിലായിപ്പോയി. അപ്പോൾ അസീസിയ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ റബ്ബ് എൻ്റെ കാലിലോട്ടുള്ള ബ്ലഡ് ഓട്ടവും കൂടെ നിർത്തി. ഇപ്പോൾ കാല് പഴുത്ത് 2 വിരലെടുത്ത് കളഞ്ഞു. ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു നിവൃത്തിയില്ല. 2 മാസമായി വാടക തന്നെ മുടങ്ങിയിട്ട്. പിന്നെ 2 പൊടി കുഞ്ഞുങ്ങളാണ് എനിക്ക്. അവരെ പഠിപ്പിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ആശുപത്രി ചെലവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എന്നെ കണ്ട് പരമാവധി എന്നെ നിങ്ങൾ സഹായിക്കണം. എൻ്റെ ജീവൻ നിങ്ങൾ നിലനിർത്തണം. കാര്യം ഞാനും 13ാമത്തെ വയസ്സിൽ എത്തിയമായതാ. എൻ്റെ വാപ്പായും ഉമ്മായും മരിച്ചു പോയതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് നിങ്ങളെ ഒരു അനിയനെ പോലെ എന്നെ കണ്ട്. അസ്സലാമു അലൈക്കും. കണ്ണനല്ലൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിസാം എന്ന് പറയുന്ന സഹോദരന് വേണ്ടി കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവ് കൊല്ലം ജില്ലയുടെ വിവിധ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്നത് അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സഹോദരന് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കേണ്ട ആവശ്യകതയാണ്. നിങ്ങളാരും പ്രിയപ്പെട്ട സഹോദരൻ നിസാമിൻ്റെ 2 കിഡ്നികളും വളരെ ഗുരുതരമായിട്ട് കംപ്ലൈൻ്റായ അവസ്ഥയിൽ ഒരുപാട് സുമനസ്സുകളുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാനുള്ള തീവ്രമായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നാട് ഒന്നടങ്കം പരിശ്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ബലിപെരുന്നാൾ ദിവസം കുളപ്പാടം ജുമാ മസ്ജിദ് നിരവധിയായിട്ടുള്ള സഹോദരങ്ങൾ ആ നിസാമിന് വേണ്ടി കാരുണ്യ വർഷം ചൊരിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സഹോദരങ്ങൾ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉള്ള സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയതിന് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് തുക ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം വൃക്ക കംപ്ലൈൻ്റ് ആയാലുള്ള അവസ്ഥ. ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാവരുടെ ഭാഗത്തു നിന്നും കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ നിസാം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ 3 വിരലുകൾ മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു ബാലികേറാമലയായിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കുളപ്പാടം പ്രദേശത്തെ സംബന്ധിച്ച് 2 വൃക്ക ഇല്ലാത്ത 2 സഹോദരങ്ങളെ സഹായിച്ചുകൊണ്ട് അവരുടെ ഓപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി. അതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു ഉദ്യമം കൂടി ഈ നാട് ഒന്നടങ്കം എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നടങ്കം ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ കുളപ്പാടം ജമാഅത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ ഇക്ബാൽ സാറുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി സെയ്ഫുദ്ദീൻ സാറുണ്ട്. പ്രിയപ്പെട്ട നിസാമുണ്ട്. വാർഡ് മെമ്പർ ഹാഷിമുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി എല്ലാ സഹായങ്ങളും നൽകുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പ്രിയപ്പെട്ട മോഡൻ നുജൂമ്, അതുപോലെ തന്നെ സുൽഫി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, സുധീർ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ കുളപ്പാടത്തെ 2 സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആദ്യം മുതൽ നിൽക്കുകയും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും കൂട്ടായ്മയിൽ മുൻപന്തിയിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്ത പ്രിയപ്പെട്ട ഈ നാടിൻ്റെ അഭിമാനം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഷിഹാബ് അവറുകളുണ്ട്. ഇന്ന് ഇതിനുവേണ്ടി സഹായങ്ങൾ നൽകിയ മുഴുവൻ ആളുകളും, നിയാസ് ഉൾപ്പെടെയുള്ള ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്ന നിയാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും പടച്ചതമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇനിയും സഹായങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാർത്ത വീഡിയോ മുമ്പേ